സ്പിയർ ഫിഷിംഗ് എന്താണെന്ന് നോക്കാം. ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഫിഷിംഗ് ആണ് സ്പിയർ ഫിഷിംഗ്. അവരുടെ ലക്ഷ്യം ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബിസിനസ്സുകാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഫിഷിംഗ് വെയിലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ ബിസിനസ്സുകാർ, അപ്പോൾ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താൽ വെയിലിംഗ് എന്ന് പറയും. അപ്പോൾ സ്പിയർ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഫിഷിംഗ് ആണ്. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആംഗ്ലർ ഫിഷിംഗ്. അതായത് ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിൽ നെഗറ്റീവ് റിവ്യൂസ് ഇടുന്നവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഫിഷിംഗ് ആണിത് ആംഗ്ലർ ഫിഷിംഗ്. അപ്പോൾ അവർ യൂസേഴ്സിനെ സമീപിക്കും, എന്നിട്ട് അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആവശ്യപ്പെടും. പക്ഷെ അവർ ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഈ മനസ്സിലാകുന്ന രീതിയിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ഷൂസ് വാങ്ങിച്ചു കൊണ്ടിരിക്കട്ടെ. ഓക്കെ, അത് എ എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ പ്രോഡക്റ്റ് വളരെ ബാഡായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നെഗറ്റീവ് കമൻ്റ് ഇടും. അപ്പോൾ ഈ ഫിഷേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ആരെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അയക്കും എന്ന് വെച്ചാൽ, ആ എ എന്ന് പറയുന്ന കമ്പനിയുടെ ആൾക്കാരാണ് നിങ്ങൾക്ക് ബാഡ് പ്രോഡക്റ്റ് വന്നതിൽ അവർക്ക് വിഷമമുണ്ട്, അവർ ആ പൈസ നമുക്ക് തിരിച്ച് തരാമെന്നുള്ള രീതിയിൽ, ആ എമൗണ്ട് തിരിച്ച് നമുക്ക് തരാമെന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. പൈസ തിരിച്ച് തരാനെന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ അതിനല്ല. ഓക്കെ, അവർക്ക് ആ കമ്പനിയായിട്ട് ബന്ധം കാണില്ല, അവർ ഫിഷേഴ്സാണ്. ഓക്കെ, അപ്പോൾ സ്പിയർ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഫിഷിംഗ് ആണ്. അതിൽ രണ്ട് ടൈപ്പാണ് നോക്കിയത്, വെയിലിങ്ങും ആംഗ്ലർ ഫിഷിങ്ങും. വെയിലിംഗ് എന്ന് പറയുമ്പോൾ മുതലാളിമാർ, അതായത് ബിസിനസ്സുകാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഫിഷിംഗ് ആണ് വെയിലിംഗ്. ആംഗ്ലർ ഫിഷിംഗ് എന്ന് പറയുമ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യം ഓർക്കണം.